Hi all, good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ്. ഹീറ്റ് ഇക്വേഷൻ. ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഇക്വേഷൻ ഡിസ്ക്രൈബ്സ് the distribution of heat or variation in temperature in a given region over time. Okay, ഹീറ്റ് ഇക്വേഷൻ എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ റീജിയണിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത്, അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത്, ഹീറ്റ് ഇക്വേഷൻ. ഹീറ്റ് ഇക്വേഷൻ എങ്ങനെയാണ്? ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ദി ബാർ. ഒരു യൂണിഫോം ബാർ എടുക്കാണ് നമ്മൾ. ഓക്കെ, ബാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു 3 ഡയമെൻഷണൽ സാധനം. ഓക്കെ, ഇതൊരു യൂണിഫോം ബാറാണ്. ക്യൂബ് പോലെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ വൈസ് ആവാം, ഇങ്ങനെയും വരാം. ഇതും ഒരു ബാറാണ്. ഓക്കെ, യൂണിഫോം ബാർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബാർ എടുത്തു കഴിഞ്ഞാൽ ആ ബാറിന്റെ ഒരു എൻഡിനെ നമ്മൾ ഒറിജിൻ വിളിക്കും, എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു ഐഡിയ. ടെമ്പറേച്ചർ ഓഫ് ദ ബാർ അറ്റ് എനി ഇൻസ്റ്റന്റ് ടൈം t at a point x distance from the origin be u of x comma t. Okay, അപ്പോൾ u of x comma t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിഫോം ബാറിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മൾ ഈ ഒരു ഒറിജിനായിട്ട് എടുത്തു. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു, എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യു ഓഫ് എക്സ് കോമ ടി. അപ്പോൾ ടെമ്പറേച്ചർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പോയിന്റും ടൈമും ഇൻഡിപെൻഡന്റ് ആണ്. ടൈം പോയിന്റിനെയോ പോയിന്റ് ടൈമിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ടൈമിനെയും പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് കിടക്കുന്നത്? ഹീറ്റ് കിടക്കുന്നത്. ഓക്കെ, യു ആണ് ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ യു ഓഫ് എക്സ് കോമ ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ദി ബാർ അറ്റ് എനി ഇൻസ്റ്റന്റ് ടൈം ടി അറ്റ് എ പോയിന്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ടൈമിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യു ഓഫ് എക്സ് കോമ ടി. സി സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. സി സ്ക്വയർ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ കോൺസ്റ്റന്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡെറിവേഷൻ പറയുമ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത് എന്നുള്ളതാണ്. ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. derivation let the heat flow of a bar of uniform cross section in the direction perpendicular to
to the cross section. അതായത് ഹീറ്റ് ഫ്ലോന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ക്രോസ് സെക്ഷൻ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്രോസ് സെക്ഷൻ എന്ന് വിചാരിക്കുക. ഒരു ബാറാണ്. ഇങ്ങനൊരു ബാർ എടുത്തു കഴിഞ്ഞാല് ഓക്കെ, ഇങ്ങനെ ഓരോ ക്രോസ് സെക്ഷൻ എടുക്കാം. ഈ ക്രോസ് സെക്ഷൻ ഇപ്പൊ ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഹീറ്റ് ഫ്ലോ. ഈ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, ഈ ഹീറ്റ് ഫ്ലോ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഐഡിയ ഇതാണ്, നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിഫോം ബാർ എടുത്തു, അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്രോസ് സെക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്രോസ് സെക്ഷൻ. ഈ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തിന്റെ ഫ്ലോ ഉണ്ടാവുക, ഹീറ്റിന്റെ ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, the amount of heat crossing any section of the bar per second depends on the area capital A of the cross section, the conducting material K, conducting K of the material, of the bar, and the temperature gradient dou u by dou x. ഓക്കെ, അതായത് ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ആ ക്രോസ് സെക്ഷനിലുള്ള ഹീറ്റ്, ഒരു പെർട്ടിക്കുലർ സെക്ഷനിലുള്ള ഹീറ്റിന്റെ ഫ്ലോ, എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരു സെക്കൻഡിലുള്ള നമ്മൾ ടൈം ഫിക്സ് ചെയ്തു, ഒരു സെക്കൻഡ് ആണ് ടൈം, ഒരു സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ആ ക്രോസ് സെക്ഷനിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ആ നമ്മൾ എടുത്തിരിക്കുന്ന ക്രോസ് സെക്ഷന്റെ ഏരിയ ക്യാപിറ്റൽ എനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ ആ ബാർ ഏത് മെറ്റീരിയൽ ആണ്, ഇരുമ്പാണോ, അങ്ങനെ ഓരോ മെറ്റീരിയലിനും ഓരോ കണ്ടക്ടിങ് ഉണ്ടാവും. ആ കണ്ടക്ടിങ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കെ എന്ന് വിളിക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് അത് ഡോ യു ബൈ ഡോ എക്സ്. ഓക്കെ, മെറ്റീരിയൽ ഓഫ് ദി ബാർ. ഓക്കെ, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്, ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുക, ആ ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷനിലുള്ള ഒരു സെക്കൻഡിലുള്ള ഹീറ്റിന്റെ ഫ്ലോ, എമൗണ്ട് ഓഫ് ഹീറ്റ് എത്ര എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ആ മെറ്റീരിയലിന്റെ കണ്ടക്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, അതായത് കെനെ ഡിപ്പെൻഡ് ചെയ്യും. ആ നമ്മൾ എടുത്തിരിക്കുന്ന ക്രോസ് സെക്ഷന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചർ ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ്, ഓരോ ഡിസ്റ്റൻസിലും ഉണ്ടാവുന്ന ടെമ്പറേച്ചർ റേറ്റ് ഓഫ് ചേഞ്ച്, ടെമ്പറേച്ചറിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, അത് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് the rate of change of temperature with respect to the normal, with respect to the distance normal to the area, with respect to the distance normal to the area, okay, with respect to the ഡിസ്റ്റൻസ് നോർമൽ ടു ദി ഏരിയ. ആ ഏരിയക്ക് നോർമൽ വരച്ചു കഴിഞ്ഞാൽ ആ നോർമലിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആ നോർമൽ ആണ് എക്സ്. അതായത് ഇപ്പൊ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് നമ്മളൊരു പോയിന്റ് എടുത്തു നിൽക്കാം. ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതിന്റെ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എക്സ്. വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നമ്മൾ എന്ത് നോക്കുന്നത്,
ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് നോക്കുന്നത്. അതായത് ഡോ യു ബൈ ഡോ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു നോർമൽ ആണ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ത്, ആ ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷനിലുള്ള ഹീറ്റ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷനിലുള്ള ഹീറ്റ് ആ ക്രോസ് സെക്ഷന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും, ആ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാർ എന്തുകൊണ്ടുള്ളതാണോ അതിന്റെ കണ്ടക്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ കണ്ടക്ടിങ്ങിനെയാണ് നമ്മൾ കെ എന്ന് വിളിക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ Q1 എന്താണെന്ന് നോക്കാം. Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 the quantity of heat flowing into the section at a distance x is equal to minus k into capital A into dou u by dou x at x. Okay, per second. അതായത് ഒരു സെക്കൻഡിൽ എത്രത്തോളം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ Q1 എന്ന് വിളിക്കുന്നത്. ഓക്കെ, Q1 എന്ന് വിളിക്കുന്നത് ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറഞ്ഞ ക്രോസ് സെക്ഷണൽ ഡിസ്റ്റൻസിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ്, എത്രത്തോളം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? കെ എന്നെ ഡിപ്പെൻഡ് ചെയ്യും, എനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചർ ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിന്റെ മൂന്നിന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? പ്രൊഡക്റ്റിന് ഈ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഹീറ്റ് ഫ്ലോ ഡിക്രീസ് ചെയ്യും എന്നാണ്. അതായത് എക്സ് വലുതാവുന്നതിനനുസരിച്ച് ഹീറ്റ് ഫ്ലോ ഡിക്രീസ് ചെയ്യും എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ഈ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത്. മൂന്നിന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത് യഥാർത്ഥത്തിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. എക്സിന്റെ ആ ഹീറ്റ് ഫ്ലോ Q1 എന്ന് പറഞ്ഞ സാധനം എന്താണ്? എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ഒരു സെക്കൻഡിലുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, അതിനെയാണ് നമ്മൾ Q1 എന്ന് വിളിക്കുന്നത്. Q1 എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? കെ എ ഡോ യു ബൈ ഡോ എക്സ്. ഓക്കെ, ഈ നെഗറ്റീവ് സൈൻ എന്തിനെ ഉദ്ദേശിക്കുന്നു? എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് Q1 ഡിക്രീസ് ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്നു. അടുത്ത് Q2 എടുക്കുക. Q2 എന്ന് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് flowing into the section into the cross section എന്ന് അർത്ഥം. into the section at a distance x plus delta x. അപ്പൊ ഞാൻ ഒരു ഡെൽറ്റ എക്സ് കുറച്ച് ഇൻക്രീസ് ചെയ്തു. എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുള്ള ക്രോസ് സെക്ഷനിൽ നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലുള്ള ക്രോസ് സെക്ഷനിലേക്ക് പോയി. അതാണ് അപ്പോഴുള്ള ഹീറ്റ് ആണ് Q2. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കെയും എയും മാറില്ല. ആകെ ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ് പെർ സെക്കൻഡ്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ് വേരി ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സ് മാറുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ്. ആ ക്രോസ് സെക്ഷന്റെ ഏരിയയും കണ്ടക്ടിങ് ഒക്കെ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് Q1. Q1 എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസിലുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിലുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് എന്ത്? Q2 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എമൗണ്ട് ഓഫ് ഹീറ്റ് the amount of heat obtained അല്ലെങ്കിൽ retained എന്നൊക്കെ പറയാം. ഓക്കെ, retained by the slab with thickness delta x is. അതായത് ഇപ്പൊ നമ്മളൊരു ബാർ എടുത്തു കഴിഞ്ഞാല് ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഒരു ബാർ എടുത്തു എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ക്രോസ് സെക്ഷനിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് എക്സ് ആണ്. ഓക്കെ,
അപ്പൊ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പോകുമ്പോഴാണ് എക്സ് പ്ലസ് ഡെൽറ്റ, ഇത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, ഇത് എക്സ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഡെൽറ്റ ഈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലും എക്സിലും ഇടയിലുള്ള ഒരു റീജിയൻ ഉണ്ടാവും, ഇത്രയും ക്രോസ് സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ക്രോസ് സെക്ഷന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആയിരിക്കും. ഈ ക്രോസ് സെക്ഷന്റെ തിക്നെസ് ഡെൽറ്റ എക്സ്. അപ്പൊ ഡെൽറ്റ എക്സ് തിക്നെസ് ഉള്ള ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡെൽറ്റ എക്സ് തിക്നെസ് ഉള്ള ഒരു യൂണിഫോം ബാർ എടുത്തു കഴിഞ്ഞാൽ ആ യൂണിഫോം ബാറിൽ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എത്രയായിരിക്കും റിട്ടൈൻ ചെയ്യുന്നത്? Q1 മൈനസ് Q2 ആയിരിക്കും. Q1 എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ്, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പൊ ഡെൽറ്റ എക്സ് കിട്ടണമെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന്റെ മൈനസ് എക്സ് ചെയ്താൽ മതി. അപ്പൊ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലുള്ള ഹീറ്റ് അല്ലെങ്കിൽ എക്സ് ഡിസ്റ്റൻസിലുള്ള ഹീറ്റ് മൈനസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലുള്ള ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് തിക്നെസ്സിലുള്ള ഒരു യൂണിഫോം ബാറിലുള്ള ഹീറ്റ് കിട്ടും. അപ്പോൾ Q1 മൈനസ് Q2 ഈക്വൽ ടു hence the amount of heat retained by the thickness delta x Q1 minus Q2 equal to Ka common ആണ്, Ka into dou u by dou x, temperature gradient at the distance x minus dou u by dou x. അല്ലെങ്കിൽ ഇവിടെ Q2 minus Q1 ആക്കി എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മൾ ആ ഒരു മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് ആവശ്യം. x plus delta x dou u by dou x at x. ഓക്കെ, ഇതാണ് Q2 minus Q1. ഓക്കെ, ബട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. ബട്ട് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് നമ്മൾ തെർമോഡൈനാമിക്സിലും മറ്റുമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇൻക്രീസ് ഓഫ് ഹീറ്റ് ഇൻ സ്ലാബ് നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും. Q ഈക്വൽ ടു MC Q തീറ്റ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി MC X. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? S ഇൻറ്റു റോ ഇൻറ്റു ക്യാപിറ്റൽ A ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു dou u by dou t. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹീറ്റ് ഇൻ സ്ലാബ് എന്ന് പറയുന്നത് S ഇൻറ്റു റോ ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു dou u by dou t. വേർ S എന്താ? വേർ S എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ ഡെൻസിറ്റി. ഇത് ഇക്വേഷൻ 1 എന്ന് വിളിക്കുക, ഇത് ഇക്വേഷൻ 2 എന്ന് വിളിക്കുക. രണ്ടും ഒരേ സാധനമാണ്. ഇവിടെയും എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെൽറ്റ എക്സ് തിക്നെസ് ഉള്ള ഒരു യൂണിഫോം ബാറിന്റെ എമൗണ്ട് ഓഫ് ഹീറ്റിലുള്ള വ്യത്യാസമാണ് ഇത്. ഇതും ഡെൽറ്റ എക്സ് തിക്നെസ് ഉള്ള ഒരു അതേ യൂണിഫോം ബാറിന്റെ ബൈ തിയറി നമ്മൾ ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുക. അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 S rho A delta x into dou u by dou t equal to Ka into dou u by dou x at x plus delta x minus dou u by dou x at x. ഓക്കെ, ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ എ ക്യാൻസൽ ചെയ്യാം, ഏരിയ ക്യാൻസൽ ചെയ്യാം, എ രണ്ട് ഭാഗത്തുനിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക S rho into dou u by dou t equal to dou u by dou x at x plus delta x minus dou u by dou x at x. ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് അറ്റ് എക്സും ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ എക്സ് താഴേക്ക് കൊണ്ടുവരാം ബൈ ഡെൽറ്റ എക്സ്. ഇനി നമ്മൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ കൊടുക്കുക. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ആസ് ഡെൽറ്റ എക്സ് അപ്രോച്ചസ് ടു സീറോ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും? ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. അപ്പൊ എസ് റോ ഇൻറ്റു ഡോ യു ബൈ ഡോ ടി റൈറ്റ് ഹാൻഡ് സൈഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? ആസ് ലിമിറ്റ് ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് മാറും? റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു as delta x tends to 0 നമുക്ക് എന്ത് കിട്ടും? as delta x tends to 0 s rho into dou u by dou t equal to
എസ് റോ ഇൻറ്റു ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു കെ ഇൻറ്റു അല്ലെ കെ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കെ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ എക്സ് സ്ക്വയർ അപ്പൊ അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു എന്ത് പറയാം കെ ബൈ എസ് റോ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഓക്കെ അപ്പൊ ഈ കെ ബൈ എസ് റോനെ ഞാൻ സി സ്ക്വയർ എന്ന് വിളിക്കാം ലെറ്റ് കെ ബൈ എസ് റോ ഈക്വൽ ടു സി സ്ക്വയർ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു യൂണിഫോം ബാർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഡെൻസിറ്റി കണ്ടക്ടിങ് ഇതെല്ലാം എന്തായിരിക്കും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ആ കോൺസ്റ്റന്റ് ഞാൻ സി സ്ക്വയർ എന്ന് വിളിച്ചു സോ ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇതാണ് എന്ത് ഹീറ്റ് ഇക്വേഷൻ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയാം ഓക്കെ അപ്പൊ ഹീറ്റ് ഇക്വേഷൻ ഇതാണ് ഈ സാധനത്തിന് നമ്മൾ ഡിഫ്യൂസിവിറ്റി എന്ന് പറയാറുണ്ട് കേട്ടോ ഡിഫ്യൂസിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഈ കെ ബൈ എസ് റോൺ ഓഫ് ദി മെറ്റീരിയൽ അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും ഡിഫ്യൂസിവിറ്റി ഇതാണ് എടുക്കുന്ന മെറ്റീരിയലിന്റെ ഡിഫ്യൂസിവിറ്റി ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ സി സ്ക്വയറിന് പകരം ആ വാല്യൂ കൊടുക്കണം സി സ്ക്വയറിന് പകരം അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹീറ്റ് ഇക്വേഷൻ ഇതിന്റെ ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിറൈവ് ഹീറ്റ് ഇക്വേഷൻ ഫോർ എ വൺ ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറയും അപ്പൊ വൺ ഡയമെൻഷണൽ ഫ്ലോയിലേക്കുള്ള ഹീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഇത്രയും എഴുതണം അപ്പൊ നിങ്ങൾക്ക് ഒരു 7 മാർക്ക് 8 മാർക്കൊക്കെ കിട്ടും ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ പ്രോബ്ലംസ് ആണ് അതോടെ ഈ മോഡ്യൂൾ അവസാനിക്കും പക്ഷെ തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾക്ക് 3rd മോഡ്യൂൾ ആയിരിക്കും അപ്പൊ ഈ മോഡ്യൂളിന്റെ ബാക്കി ലെക്ചേഴ്സ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾ കണ്ടാൽ മതി അതൊരു കുറച്ചേ ഉള്ളൂ ജസ്റ്റ് ആ സൊല്യൂഷൻ ഡിറൈവ് ചെയ്യും അതുപോലെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് പറയും എന്നിട്ട് 4-5 പ്രോബ്ലംസും ചെയ്യും മാത്രമല്ല 2-3 ലെക്ചേഴ്സ് അത് ഞാൻ എക്സ്ട്രാ അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾ കണ്ടാൽ മതി തിങ്കളാഴ്ച തൊട്ടിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ടീച്ചർ ആയിരിക്കും നസ്ലി മിസ് ആയിരിക്കും നസ്ലി മിസ് നിങ്ങൾക്ക് കോംപ്ലക്സ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യും അതായത് മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യും അപ്പൊ തിങ്കളാഴ്ച തൊട്ട് ഞാനായിരിക്കില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇത്രയാണ് ഉള്ളത് എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം ഓക്കെ താങ്ക് യു